ഹലോ നമസ്കാരം. മൈൻഡ്സൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ക്ലസ്റ്റർ ബിയിൽ വരുന്ന ഒന്നാണ് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, അറ്റൻഷൻ സീക്കിംഗ് പേഴ്സണാലിറ്റി ഡിസോർഡർ. പേര് പോലെ തന്നെ ഈ വ്യക്തികൾ അറ്റൻഷൻ സീക്കേഴ്സ് ആയിരിക്കും. അഥവാ മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്നവരായിരിക്കും ഇവർ. ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു എക്സാക്റ്റ് റീസൺ നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും ഇത് സാധാരണയായി കണ്ടുവരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരാറുണ്ട്. അതായത് നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കോ അങ്ങനെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്പർ 2, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം അല്ലെങ്കിൽ ചില ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ കാരണം, അതായത് നമ്മുടെ ചെറുപ്പകാലത്തോ മറ്റും, അതായത് നമ്മുടെ പാരൻസിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ ഒക്കെ വേണ്ട രീതിയിലുള്ള ഒരു അറ്റൻഷൻ ചെറുപ്പകാലത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പരിഗണിച്ചിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളിലൊക്കെ പിന്നീട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫിൽ എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഇത് കണ്ടുവരാറുണ്ട്. നമ്പർ 3, നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ബ്രെയിൻ ഫംഗ്ഷനിലോ വരുന്ന ഒരു മാറ്റം കാരണം ഇത്തരത്തിലുള്ള ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളിൽ സാധാരണയായി കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, വളരെയധികം നാടകീയമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും ഇവരിൽ നമ്മൾ കാണുന്നത്. അതായത് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടായിരിക്കും ഇവർ പലപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. സോ ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഡ്രാമാറ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ഒരു പേര് കൂടെ ഉണ്ട്. നമ്പർ 2, അറ്റൻഷൻ സീക്കിംഗ്. അതായത് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾ പൊതുവെ അറ്റൻഷൻ സീക്കേഴ്സ് ആയിരിക്കും. മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്നവരായിരിക്കും ഇവർ. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ആയിക്കോട്ടെ, അതിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇവരായിരിക്കണം എന്നായിരിക്കും ഇവർ പൊതുവെ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഇവരെ ശ്രദ്ധിക്കണം. അതിനിപ്പോൾ ഇവരുടെ പ്രോഗ്രാം ആവണം എന്നില്ല, മറ്റൊരാളുടെ വിവാഹമോ മറ്റോ ആണെങ്കിലും എല്ലാവരും ഇവരെ ശ്രദ്ധിക്കണം എന്നായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത്. അതിനിപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഷൗട്ട് ചെയ്തിട്ടാണെങ്കിലും അവരെന്ത് ചെയ്യും, അത് നേടാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ അവരിൽ അത് ഒരുപാട് നിരാശയുണ്ടാക്കും. അവർ ഭയങ്കര അൺകംഫർട്ടബിൾ ആകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാനിടയുണ്ട്. നമ്പർ 3, ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും ഇവർ. അതായത് ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത്സും മറ്റ് ആക്സസറീസൊക്കെ യൂസ് ചെയ്യാൻ ഇവർ പരമാവധി ശ്രദ്ധിക്കും. അതുപോലെ തന്നെ സംസാരിക്കുന്ന രീതിയിലും നടക്കുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. സോ ഒരു 10 പേരുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ അതിൽ ബാക്കി 9 പേരും ഇവരെ ശ്രദ്ധിക്കണം എന്നായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത്. നമ്പർ 4, വളരെയധികം എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമോഷണാലിറ്റി ആയിരിക്കും ഇവരിൽ സാധാരണ കാണുന്നത്. അതായത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് വളരെയധികം വികാര പ്രകടനങ്ങൾ നടത്തുന്ന വ്യക്തികളായിരിക്കും. അവരുടെ സിമ്പതി സീക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഇവരുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ട്രോമാസിനെ കുറിച്ചും ഇവരുടെ ഒരുപാട് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ അവർ ഭയങ്കര ഓപ്പൺ ആയിട്ട് വളരെ ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കാൻ സാധ്യത കൂടുതലാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇവർ കള്ളം പറയാനും യാതൊരു മടിയും കാണിക്കാത്തവരായിരിക്കും. നമ്പർ 5, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി. അതായത് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളിൽ പെട്ടെന്നായിരിക്കും ഇമോഷൻസ് ഒക്കെ ചേഞ്ച് ആവുന്നത്. ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷൻ ആയിരിക്കും. അതായത് ഒരു മണിക്കൂറിൽ തന്നെ ഒരുപാട് തവണ ഇവരുടെ ഇമോഷൻസ് ചേഞ്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് വളരെ സങ്കടത്തിലിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് സന്തോഷിക്കുക, അതുപോലെ വളരെ ദേഷ്യത്തിലിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് ഭയങ്കര നോർമൽ ആവുക. നമ്മൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും ഇവരുടെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു മൂഡ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ആയിരിക്കും ഇവരിൽ ഉണ്ടാവുന്നത്. നമ്പർ 6, അവരെ മറ്റുള്ളവർക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അതായത് മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ കേട്ട് അവർ പെട്ടെന്ന് അവരുടെ തീരുമാനങ്ങൾ മാറ്റം വരുത്തും. മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള വ്യക്തികളായിരിക്കും ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. നമ്പർ 7, ഇൻറ്റിമസിയേക്കാൾ ഇവർ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നവരായിരിക്കും പൊതുവെ. അതായത് ഒരു റിലേഷൻഷിപ്പിലായിരിക്കും അവർ ആ റിലേഷൻഷിപ്പിനോട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും. എന്നിരുന്നാലും അവർ ആ റിലേഷൻഷിപ്പിൽ വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. നമ്പർ 8,
ഒരു ചെറിയ വിഷമം പോലും താങ്ങാൻ സാധിക്കാത്തവരായിരിക്കും ഇവർ. അതായത് ഇവരുടെ പെയിൻ ത്രഷോൾഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ചെറിയ രീതിയിൽ ഒരു വിഷമം വരുമ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും, ജീവിതത്തിൽ വളരെ തളരുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. നമ്പർ 9, മറ്റുള്ളവർ ഇവരെ ഉപദേശിക്കുന്നതോ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതൊന്നും ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരിക്കില്ല. അതായത് ചെറിയൊരു വിമർശനമാണെങ്കിൽ പോലും അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ പറയുമ്പോൾ അവർ പെട്ടെന്ന് ഡള്ളാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ, അത് നിങ്ങളെ മെന്റൽ ഹെൽത്തിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഫീഷ്യലി ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടു കൂടി വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ മെഡിസിൻ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. പൊതുവെ സൈക്കോ തെറാപ്പീസ് അതുപോലെ മെഡിറ്റേഷൻസ് ഒക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതായത് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കൂടെ തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ ആൻസൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള മെൻ്റൽ കണ്ടീഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ വരാറുണ്ട്. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ ആൻറ്റി ഡിപ്രസൻസോ ആൻറ്റി ആൻസൈറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള മൂഡ് ഡിപ്രസൻസ് ഏതെങ്കിലും മെഡിസിൻസ് ഒക്കെ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. അതുപോലെ സൈക്കോ തെറാപ്പിസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ് സാധാരണ ഇവർക്ക് മെയിനായിട്ട് എടുക്കാറുള്ളത്. അതിന് പുറമെ കോഗ്നിറ്റീവ് അനലിറ്റിക്കൽ തെറാപ്പി, ഫങ്ഷണൽ അനലിറ്റിക്കൽ തെറാപ്പി ഒക്കെ എടുക്കാറുണ്ട്. സോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഇത്തരത്തിലുള്ള ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ഈ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ ഈ കണ്ടീഷൻ എന്താണെന്ന് വളരെ നന്നായിട്ട് മനസ്സിലാക്കുകയും ഒരു സെൽഫ് മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്യുക. നമ്പർ 2, പരമാവധി സ്ട്രെസ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് ഒരുപാട് വിഷമത്തിലൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക. നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അവരോടൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ട് പരമാവധി നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്പർ 3, ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ്ഡ് ആവുക. അതായത് ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് കെമിക്കൽസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് പോസിറ്റീവ് മൂഡ് ഉണ്ടാവാനും നമ്മുടെ മൂഡ് സ്വിങ്സിനെയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. നമ്പർ 4, നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുക. എപ്പോഴും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമ്പർ 5, അവോയ്ഡ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ. അതായത് മദ്യം അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കുക അല്ലെങ്കിൽ പാടെ ഒഴിവാക്കുക. അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല മെന്റൽ ഹെൽത്തിനെയും അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നമ്പർ 6, ട്രീറ്റ്മെന്റിന് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുക. വേണ്ട രീതിയിലുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുക. നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്